ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആഫ്റ്റർ ഡ്യൂട്ടി വ്ളോഗാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസമൊന്നും ഇങ്ങനെയല്ല കേട്ടോ. പല ദിവസം പല തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് വീട് കുറച്ച് ക്ലീനായി കിടക്കുന്നതുകൊണ്ട് അധികം പണിയൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനേ ഉള്ളൂ. എല്ലാവരും അത്യാവശ്യം നല്ല ഹെവി ഫുഡ് വൈകിട്ട് കഴിച്ചുകൊണ്ട് തന്നെ രാത്രി സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂഡിൽസ് കയ്യിലുണ്ട്, അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ബെഡ് ഒന്ന് ശരിയാക്കാൻ, കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ചെയ്തിട്ട് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. കിച്ചൺ മിക്കപ്പോഴും കുറച്ച് പരന്നിട്ടാണ് കിടക്കാറുള്ളത്. എങ്ങനെ വൃത്തിയാക്കിയാലും കുറച്ച് പാത്രങ്ങളും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. ബെഡ് കൂടെ ഒന്ന് വിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവാം. ബെഡ് നല്ലപോലെ വിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം ശരിയാവാത്തൊരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് കുറച്ച് സ്ട്രോബെറി കുറച്ച് ദിവസം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ബോക്സ് സ്ട്രോബെറി ആയതുകൊണ്ട് ഇതങ്ങനെ എടുക്കാതിരുന്നിട്ട് അത് ചെറുതായിട്ട് കേട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൂടെ എടുത്തില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ ഒട്ടും പറ്റൂല. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് യോഗട്ടും ഹണി മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഇത് അത്യാവശ്യം നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫുഡാണ്. പക്ഷെ ഞാനീ കഴിക്കുന്നത് ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, കുറച്ചൊരു ടേസ്റ്റുള്ള എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ആകെ കണ്ടത് ഇതാണ്. ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അങ്ങനെ കുറച്ച് സ്ട്രോബെറി ഒക്കെ ഇതിലിട്ടിട്ട് ബാക്കി സ്ട്രോബെറി മോൾക്ക് കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ ആകെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതലും പിന്നെ കുറച്ച് പഠിക്കലൊക്കെ തീർക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നോക്കി പഠിക്കാതെ ഇരിക്കും അവൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബാക്കി കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി എന്നിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡബിൾ സ്പൈസി ആയിട്ടുള്ളൊരു ന്യൂഡിൽസാണ്. ഇതിൻ്റെ ഒരു ഇത്തിരി ആഡ് ചെയ്താൽ തന്നെ നല്ലോണം എരിവുണ്ടായതുകൊണ്ട് ആരും ഇപ്പം അത് കഴിക്കാറില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ സ്പൈസി പാക്കറ്റ് ഒഴിവാക്കിയിട്ട് നോർമൽ മസാല മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ന്യൂഡിൽസിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ മോൾ ഇവിടെ ഓടി എത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്ലെയിൻ ഓംലെറ്റും കൂടെ ഇതിൽക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഓംലെറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടക്കട്ടെ. അതിൻ്റെ മുന്നേ ബാഗ് കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാഗിലില്ലേന്നൊരു ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ബാഗ് വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.